ഹായ് ഹലോ നമസ്കാരം. പി3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ സയൻസിലെ കുറേയധികം ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ളതും അല്ലാത്തതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് രൂപത്തിലുള്ളതും ഉണ്ട്, അല്ലാത്തതും ഉണ്ട് അല്ലേ. രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വൺസ് മോർ. ഹായ് ഹലോ നമസ്കാരം. പി3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ പാർട്ട് 8 ആണ്. ഇതിനകത്ത് നമ്മൾ കുറച്ച് സയൻസിൻ്റെ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, 10 ചോദ്യങ്ങളാണ്. ആ 10 ചോദ്യത്തിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളുണ്ട്, അല്ലാത്ത ചോദ്യങ്ങളുണ്ട്. ഓക്കെ, ഇപ്പോൾ രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് എഴുതുക. എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഒരു ആക്സോണും ഒരു ഡെൻഡ്രൈറ്റും മാത്രമുള്ള നാഡീകോശങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? എന്താണ് ചോദ്യം? ഒരു ആക്സോണും ഒരു ഡെൻഡ്രൈറ്റും മാത്രമുള്ള നാഡീകോശങ്ങൾ അറിയപ്പെടുന്ന പേര് ഏകധ്രുവീയ നാഡീകോശങ്ങൾ, ദ്വിധ്രുവീയ നാഡീകോശങ്ങൾ, ബഹുധ്രുവീയ നാഡീകോശങ്ങൾ. ഇവയൊന്നുമല്ല. ഏതാണെന്നുള്ളത് എന്ത് ചെയ്യുക, നോക്കിയിട്ട് എഴുതുക. ഓക്കെ, ഒന്നാമത്തേൻ്റെ ഉത്തരം നോക്കിയിട്ട് എഴുതിക്കോളൂ. അടുത്ത 2 സമയം വേണ്ട ഒരു പോസ് ചെയ്തോളൂ. താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യ ശരീരത്തിൽ വിസർജ്യങ്ങളെ പുറന്തള്ളുന്നതിന് സഹായിക്കുന്ന അവയവങ്ങൾ ഏതെല്ലാമാണ്? എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യ ശരീരത്തിൽ വിസർജ്യങ്ങളെ പുറന്തള്ളുന്നതിന് സഹായിക്കുന്ന അവയവങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 4 എണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. 1 വൃക്ക, 2 കരൾ, 3 ശ്വാസകോശം, 4 ത്വക്ക്. ഓക്കെ, 4 എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദ്യം നിങ്ങൾ മനസ്സിലായല്ലോ. താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യ ശരീരത്തിൽ വിസർജ്യങ്ങളെ പുറന്തള്ളുന്നതിന് സഹായിക്കുന്ന അവയവങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ 4 എണ്ണത്തിൽ ഏതൊക്കെയാണെന്നുള്ളതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ABCD എന്ന് പറയുന്ന 4 ഓപ്ഷനുകൾ ഇവിടെ തന്നിട്ടുണ്ട്. കൃത്യമായിട്ട് നോക്കിയിട്ട് ആ ഓപ്ഷൻ നോക്കിയിട്ട് എഴുതിക്കോളൂ. ഓക്കെ അല്ലേ? സോ 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞ് നമ്മൾ 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ അയഡിൻ ശക്തിയേറിയ ഒരു ഡാഷ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് നമ്മളിവിടെ പൂരിപ്പിക്കാനാണ്. 4 ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നോക്കുക, അയഡിൻ ശക്തിയേറിയ ഒരു ഡാഷാണ്. എന്താണെന്നുള്ളതിൽ 4 ഓപ്ഷൻ നോക്കിക്കോളൂ. ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്നുണ്ട്, ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നുണ്ട്, അനാൾജസിക് എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്ക്യുലൈസർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേതാണ് അയഡിൻ എന്നുള്ളത് ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് ഇതിൽ കറക്റ്റായിട്ട് വരിക എന്നുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, എഴുതുക. അടുത്ത 4 ഗ്രാഫൈറ്റിൻ്റെ സവിശേഷതകൾ താഴെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഗ്രാഫൈറ്റിൻ്റെ സവിശേഷതകളാണ് ഈ പറയുന്ന 4 എണ്ണം തന്നിട്ടുള്ളത്. ഇതിനകത്ത് നിന്ന് നമ്മൾക്ക് ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ആ 4 ഓപ്ഷനുകൾ ഇവിടെ ഉണ്ട്, ABCD എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ആദ്യം എന്തൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ള 4 കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, 1 മിനുസമുള്ളതാണ് എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ചാരനിറമുണ്ട് എന്ന് പറയുന്നുണ്ട്, വൈദ്യുത ചാലകമാണ് എന്ന് പറയുന്നുണ്ട്, ബാഷ്പീകരണശീലമില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ 4 എണ്ണത്തിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളത് നിങ്ങൾ നോക്കുക. അതിനുശേഷം ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വാതകവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്ന് പറഞ്ഞിട്ടുള്ളത്. വാതകവുമായി ബന്ധപ്പെട്ടിട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ABCD എന്ന് പറയുന്ന 4 ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സെലക്ട് ചെയ്യാം. ആദ്യത്തെ A എന്ന് പറയുന്നത് വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്റ്റിക സ്വഭാവമുള്ളതിനാൽ ഊർജ്ജനഷ്ടം സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്താവന അവിടെ ഉണ്ട്. അത് A ഓപ്ഷനായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. B, വാതക തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവാണെന്ന് പറയുന്നുണ്ട്. ഇനി C, വാതകത്തിൻ്റെ സവിശേഷതകളാണ് മർദ്ദം, ഊഷ്മാവ്, വ്യാപ്തം എന്നിവ എന്ന് പറയുന്നുണ്ട്. ഇനി D ആണ് എല്ലാം ശരിയാണ് എന്ന് പറയുന്നൊരു ഓപ്ഷനുള്ളത്. അപ്പോൾ നോക്കുക ഏതാണ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. 5 കഴിഞ്ഞു. ഇനി 6ാമത്തെ നോക്കൂ. കണ്ണ് വൃത്തിയാക്കാനുള്ള ഐ ലോഷനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? നമ്മുടെ കണ്ണ് വൃത്തിയാക്കാനായുള്ള ഐ ലോഷനായിട്ട് ഉപയോഗിക്കുന്നത് ചുവടെ പറയുന്നവയിൽ എന്താണ്? ബൊറാക്സ് ആണോ, ബോറിക് ആസിഡ് ആണോ, ബോറോസിസ് ആണോ, ബോറോസിൻ ആണോ, അതല്ലെങ്കിൽ ഇവയൊന്നുമല്ല? ഏതാണ് എന്നുള്ളത് നോക്കുക, എഴുതുക. ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 6 കഴിഞ്ഞ് 7 നോക്കൂ. താഴെ പറയുന്ന പ്രസ്താവനയിൽ ടെലിവിഷനുമായി ബന്ധമില്ലാത്തത് ഏതെന്ന് ചോദിച്ചിട്ടുള്ളത്. ടെലിവിഷനുമായിട്ട് ബന്ധമില്ലാത്തത് വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമാക്കുന്നു, വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമാക്കുന്നു, വൈദ്യുതോർജ്ജം താപോർജ്ജമാക്കുന്നു, വൈദ്യുതോർജ്ജം രാസോർജ്ജമാക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മൾക്കോട് തെറ്റായത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, ബന്ധമില്ലാതെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിയിട്ട് ചെയ്യുക. ഓക്കെ, 8. അടുത്ത് നോക്കൂ. ആധുനിക ആവർത്തന പട്ടികയിൽ S ബ്ലോക്ക് മൂലകങ്ങളെയും P ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി ഡാഷ് എന്ന് പറയുന്നു. ഓക്കെ, എന്താണ്? ആധുനിക ആവർത്തന പട്ടികയിൽ S ബ്ലോക്ക് മൂലകങ്ങളെയും അതുപോലെ തന്നെ P ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായിട്ട് ഡാഷ് എന്ന് പറയുന്നു. എന്താണ്? സംക്രമണ മൂലകങ്ങളാണോ, അന്തസംക്രമണ മൂലകങ്ങളാണോ, ഉത്കൃഷ്ടവാതകങ്ങളാണോ, പ്രാതിനിധ്യ മൂലകങ്ങളാണോ, എന്താണ് പറയുന്നത്? ഓക്കെ, പീരിയോഡിക് ടേബിളൊക്കെ പഠിക്കാനുണ്ടല്ലോ നമുക്ക്, അതിനകത്തുനിന്നുള്ള ക്വസ്റ്റ്യനാണ്. 9 താഴെ പറയുന്ന
സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രജ്ഞനെ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രജ്ഞനെ കണ്ടെത്തുക. നോക്കുക, 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്ന് 1908 രസതന്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. 1908 രസതന്ത്രത്തിൽ അല്ലെങ്കിൽ 1908 രസതന്ത്രത്തിൽ നൊബേൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക. അതുപോലെ ആറ്റത്തിലെ ന്യൂക്ലിയസ് കണ്ടെത്തിയ വ്യക്തിയാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം കണ്ടെത്തിയതും ഇദ്ദേഹമാണ്. അപ്പോൾ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ തന്നെ നമുക്ക് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് പറ്റും. സോ 4 കാര്യങ്ങളിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ കിട്ടും ഏതാണെന്നുള്ളത്. നോക്കുക, ജോൺ ഡാൾട്ടൺ, ആൻ്റോണിയോ ലാവോസിയ, ഏണസ്റ്റ് റൂദർഫോർഡ്, ജെ തോംസൺ ആരാണെന്നുള്ളത് എഴുതിക്കോളൂ. അടുത്തത് 10, ക്വാർഷിയോർക്കർ എന്ന രോഗത്തിൻ്റെ കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? പ്രോട്ടീൻ്റെ കുറവ്, വിറ്റാമിൻ എയുടെ കുറവ്, കാൽസ്യത്തിൻ്റെ കുറവ്, പ്രോട്ടീൻ്റെ ആധിക്യം. ഓക്കെ, ഇത് നമ്മൾ മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അത് നോക്കി വെച്ചോളൂ. ഓക്കെ, അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ നോക്കി. 10 ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഉത്തരം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ സമയം വേണ്ട ഒരു പോസ് ചെയ്തോളൂ. ഓക്കെ, സമയം വേണ്ട ഒരു പോസ് ചെയ്തോളൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇവിടെ എന്താണ് പറയുന്നത് നോക്കുക. ഒരു ആക്സോണും ഒരു ഡെൻഡ്രൈറ്റും മാത്രമുള്ള നാഡീകോശങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് അപ്പോൾ 2 എണ്ണമല്ലേ ഉള്ളത്. അത് ദ്വിധ്രുവീയ നാഡീകോശങ്ങളാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഒന്നാമത്തേൻ്റെ ഉത്തരം. ഓപ്ഷൻ ബി ആണ് ദ്വിധ്രുവീയ നാഡീകോശങ്ങൾ. അടുത്ത 2, താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യ ശരീരത്തിൽ വിസർജ്യങ്ങളെ പുറന്തള്ളുന്നതിന് സഹായിക്കുന്ന അവയവങ്ങൾ ഏതെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കുക, വൃക്ക അല്ലേ. വൃക്ക എന്താണ്? നമ്മുടെ വിസർജ്യങ്ങളെ പുറന്തള്ളുന്ന ഒരു അവയവം തന്നെയാണ്. കരൾ എന്താണ്? കരളും അത് തന്നെയല്ലേ. ശ്വാസകോശം നോക്കൂ, വിസർജ്യങ്ങളെ പുറന്തള്ളുന്നതാണ്. തൊക്കുമാണല്ലേ. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ 4, 1, 2, 3 ഈ 4 എന്താണ്? ഈ പറയുന്ന മനുഷ്യ ശരീരത്തിൽ വിസർജ്യങ്ങളെ പുറന്തള്ളുന്നതിന് സഹായിക്കുന്ന അവയവങ്ങൾ തന്നെയാണ് അല്ലേ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 4 ശരി എന്ന് പറയുന്ന 1, 2, 3, 4 ശരി എന്ന് പറയുന്ന ഓപ്ഷൻ ഡി നമുക്കിവിടെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഉത്തരം ഡി ആണ്. അടുത്ത 3, അയഡിൻ ശക്തിയേറിയ ഒരു ഡാഷ് ആണെന്ന് പറയുന്നുണ്ട്. എന്താ അറിയുക? ആൻറ്റിസെപ്റ്റിക് ആണ്. എന്താണ്? ആൻറ്റിസെപ്റ്റിക്. ഓപ്ഷൻ എ ആൻറ്റിസെപ്റ്റിക് ആണ്. അയഡിൻ ശക്തിയേറിയ ഒരു ആൻറ്റിസെപ്റ്റിക് ആണ്. ഓപ്ഷൻ എ ആണ്. 4ാമത്തെ നോക്കൂ, ഗ്രാഫൈറ്റിൻ്റെ സവിശേഷതകൾ താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. മിനുസമുള്ളതാണോ ഗ്രാഫൈറ്റ്? അതെ, മിനുസമുള്ളതാണ്. ഇനി ചാരനിറമല്ലേ ഗ്രാഫൈറ്റിന്? അല്ലേ, ചാരനിറം തന്നെയാണ്. ഇനി വൈദ്യുത ചാലകമാണോ ഗ്രാഫൈറ്റ്? അല്ലേ, വൈദ്യുത ചാലകമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, വൈദ്യുത ചാലകമാണ്. അതുപോലെ തന്നെ ബാഷ്പീകരണശീലം ഇല്ലാത്തതാണ്. ഇനി അപ്പം 4 ശരിയായിട്ടുള്ള ഇവിടെ വരുമ്പോൾ ഇവയെല്ലാം എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻ സി ഇവിടുന്ന് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. 4ാമത്തെ. ഇനി 5, വാതകവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായിട്ടും ഇലാസ്റ്റിക സ്വഭാവമുള്ളതിനാൽ ഊർജ്ജ നഷ്ടം എന്ത് ചെയ്യുന്നില്ല? സംഭവിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ഇത് ശരിയാണ്. ഇനി വാതക തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവാണ്. ശരിയല്ലേ. അപ്പോൾ ഈ ഒരു പ്രസ്താവന ശരിയാണ്. നോക്കുക, അപ്പോൾ നമുക്ക് ഓപ്ഷനെ തിരഞ്ഞെടുക്കാൻ പറ്റുമോ? നമുക്ക് ബി കൂടെ നോക്കാം. വാതക തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവാണ് അല്ലേ. അതെ, വാതക തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവാണ്. ഇനി സി നോക്കൂ, വാതകത്തിൻ്റെ സവിശേഷതകളാണ് ഏതെന്ന് പറയുന്നത് മർദ്ദം, അതുപോലെ തന്നെ ഊഷ്മാവ്, വ്യാപ്തം അല്ലേ, എന്നിവ എന്താണ്? വാതകത്തിൻ്റെ സവിശേഷതകളല്ലേ. അപ്പോൾ ഈ ഒരു പ്രസ്താവന ശരിയല്ലേ. അപ്പോൾ ഈ 3 ശരിയാകുമ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ ബാക്കിയും ശരിയല്ലേ, അതും തെറ്റില്ലേ. അപ്പോൾ നമുക്ക് 3 ശരിയായത് കൊണ്ട് തന്നെ ഇവയെല്ലാം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി നമുക്ക് ഇവിടുന്ന് തിരഞ്ഞെടുക്കാം. 5ാമത്തെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 6 നോക്കൂ, കണ്ണ് വൃത്തിയാക്കാനുള്ള ഐലോഷനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? അത് ബോറിക് ആസിഡാണ്. നമുക്കറിയാം അല്ലേ, കണ്ണ് വൃത്തിയാക്കാനുള്ള ഐലോഷനായിട്ട് ഉപയോഗിക്കുന്ന ബോറിക് ആസിഡാണ്. അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ടെലിവിഷനുമായി ബന്ധമില്ലാത്തത് കണ്ടോ, ബന്ധമില്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാമല്ലേ ടെലിവിഷൻ അഥവാ ഈ ടി വി വൈദ്യുതോർജ്ജം നമ്മൾ ടി വിയിലേക്ക് കൊടുക്കുന്ന സമയത്ത് അത് ഏതൊക്കെ ഊർജ്ജമാണ് പുറത്ത് വരുന്നത് അല്ലേ. നമുക്ക് ഈ കാണുന്ന ചാനൽ നമ്മൾ കാണുമ്പോൾ ആ ഒരു സ്ക്രീനിൽ കാണുന്ന ഒരു പ്രകാശം ഉണ്ടല്ലോ അല്ലേ, പ്രകാശോർജ്ജം ഉണ്ടാകുന്നുണ്ട്. നോക്കുക, അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള ബന്ധമില്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ബന്ധമുള്ളത് നോക്കൂ, വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജം ആക്കുന്നില്ലേ? ആക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. പ്രകാശം വരുന്നില്ല അതിനകത്ത് നിന്ന് അല്ലേ, സ്ക്രീനിലൂടെ പ്രകാശം നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ വൈദ്യുതോർജ്ജം ലഭിക്കുമ്പോൾ ഈ സ്ക്രീനിൽ നിന്ന് നമുക്ക് ആ പറയുന്ന വിഷ്വലിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സൗണ്ട് കൂടി കിട്ടുന്നില്ലേ ഇല്ലേ. അപ്പോൾ എന്താണ്? ശബ്ദോർജ്ജം കൂടി അവിടെ ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പോൾ പ്രകാശോർജ്ജം ഉണ്ട്, ശബ്ദോർജ്ജം ഉണ്ട് അല്ലേ. ഇനി 2 ഉണ്ട്. വൈദ്യുതോർജ്ജം താപോർജ്ജം ആകുന്നു എന്ന് പറയുന്നുണ്ട്, വൈദ്യുതോർജ്ജം രാസോർജ്ജം ആകുന്നു എന്ന് പറയുന്നത്. നോക്കൂ, നമ്മൾ ഈ വൈദ്യുതോർജ്ജം കൊടുക്കുമ്പോൾ പ്രകാശോർജ്ജവും അതുപോലെ തന്നെ ശബ്ദോർജ്ജത്തിൻ്റെ ഒപ്പം അവിടെ താപോർജ്ജം കൂടി ഉണ്ടാകും. നിങ്ങൾ ടിവിയുടെ പുറകിലൊക്കെ തൊട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു ചൂട് ഫീൽ ചെയ്യാൻ സാധിക്കും അല്ലേ. അപ്പോൾ വൈദ്യുതോർജ്ജത്തിനൊപ്പം തന്നെ എന്താണ് ഇവിടെ പ്രകാശോർജ്ജം, ശബ്ദോർജ്ജം എന്നിവയുടെ ഒപ്പം തന്നെ താപോർജ്ജം കൂടെ എന്താണ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. ടി വിയുടെ കേസിൽ എന്താണ്? താപോർജ്ജവും അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വൈദ്യുതോർജ്ജം, ശബ്ദോർജ്ജവും പ്രകാശോർജ്ജവും താപോർജ്ജവുമായിട്ടാണ് എവിടെ നടക്കുന്നത്?
TV-യിൽ നടക്കുന്നത്, ടെലിവിഷനിൽ നടക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് വൈദ്യുതോർജ്ജം രാസോർജ്ജമാകുന്നു എന്ന് പറയുന്നതാണ് ഇവിടെ ബന്ധമില്ലാത്തത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഇവിടുത്തെ ശരിയായിട്ടുള്ള കാര്യം. ഇനി ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായിട്ട് ഡാഷ് എന്ന് വിളിക്കുന്നത് എന്താണ്? പ്രാതിനിധ്യ മൂലകങ്ങൾ. ഓക്കെ, ഓപ്ഷൻ ഡി, ഇതും ഡി ആണ്, പ്രാതിനിധ്യ മൂലകങ്ങൾ. അടുത്ത താഴെ പറയുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രജ്ഞനെ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. 1908 രസതന്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചു. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചു. അത് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ആരാണ്? റൂദർഫോർഡ്, ഏണസ്റ്റ് റൂദർഫോർഡ്. ഓപ്ഷൻ സി ആണ്. ഈ 4 കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചോളൂ. അടുത്ത ലാസ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ. കോർഷിയോക്കർ എന്ന രോഗത്തിന് കാരണം താഴെ പറയുന്നവയിൽ എന്താണ്? അത് പ്രോട്ടീനിലെ മാംസ്യമിലെ പ്രോട്ടീൻ്റെ കുറവ് മൂലമാണ്. ഓപ്ഷൻ എ ആണ് നമുക്കിവിടെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് നമ്മളോട് വർക്കൗട്ട് ചെയ്തു. 10 എണ്ണത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മോഡൽ പരീക്ഷകൾ എഴുതാൻ താല്പര്യമുള്ളവർ ഈ പറയുന്ന 9747886626 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ 70-ലധികം മോഡൽ പരീക്ഷകളും SCERT 5 മുതൽ 10 വരെയുള്ള SCERTയുടെ ടെക്സ്റ്റ് PDF നിങ്ങൾക്ക് കിട്ടും. ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF ലഭിക്കും. ടെക്സ്റ്റ് ബുക്കിൻ്റെ പറഞ്ഞാൽ നമ്മുടെ മെറ്റീരിയലുകൾ ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ ലഭിക്കുന്ന കറണ്ട് അഫയർ 2023-24 മന്ത്ലി കറണ്ട് അഫയർ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് ലഭിക്കും. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് 249 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എടുക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മറ്റെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്യാം. മറ്റ് മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ട്, എന്തായാലും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.